ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ജൂൺ 16 മുതൽ 22 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. ആദ്യത്തെ ചോദ്യം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതൻ ആര്? 2023 ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതൻ. ഉത്തരം ഡോക്ടർ KG പൗലോസ്. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി രണ്ടാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം സിറിൽ റാമപോസ. ബ്രെയിലി ലിപിയിലേക്ക് മാറ്റപ്പെട്ട മലയാളത്തിലെ ആദ്യ കവിതാ സമാഹാരത്തിന്റെ പേരെന്താണ്? ബ്രെയിലി ലിപിയിലേക്ക് മാറ്റപ്പെട്ട മലയാളത്തിലെ ആദ്യ കവിതാ സമാഹാരത്തിന്റെ പേര്. ഉത്തരം പിന്നിട്ട വഴികളും വരികളും. ഈ കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് അനീഷ് സ്നേഹയാത്ര. 2024 ജൂണിൽ അന്തരിച്ച കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളി ആര്? ഉത്തരം P. തങ്കപ്പൻ നായർ. ആളുകൾ കൂട്ടമായി താമസിക്കുന്ന കോളനികൾ ഇനി മുതൽ അറിയപ്പെടുന്ന പേര് എന്താണ്? ആളുകൾ കൂട്ടമായി താമസിക്കുന്ന കോളനികൾ ഇനി മുതൽ അറിയപ്പെടുന്നത്. ഉത്തരം നഗർ. പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസ കേന്ദ്രങ്ങളായ കോളനികൾ ഇനി മുതൽ നഗർ എന്ന പേരിലാണ് അറിയപ്പെടുക. സങ്കേതം എന്ന പേര് ഉന്നതി എന്നും ഊര് എന്നത് പ്രകൃതി എന്നുമാക്കി. ഓരോ പ്രദേശത്തും താൽപ്പര്യമുള്ള കലാനുസൃതമായ പേരുകളും ഉപയോഗിക്കാം. തുടർച്ചയായ 2 ദിവസങ്ങളിൽ നേരിയ തോതിൽ ഭൂചലനം അനുഭവപ്പെട്ട കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? അടുത്തിടെ തുടർച്ചയായ 2 ദിവസങ്ങളിൽ നേരിയ തോതിൽ ഭൂചലനം അനുഭവപ്പെട്ട കേരളത്തിലെ ജില്ലകൾ. ഉത്തരം പാലക്കാട്, തൃശൂർ. കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി. ഉത്തരം OR കേളു. മന്ത്രി K. രാധാകൃഷ്ണൻ പാർലമെന്റ് അംഗമായതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച ഒഴിവിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. മാനന്തവാടി MLA-യാണ് OR കേളു. ദേശീയ വായനാ ദിനം എന്നാണ്? ദേശീയ വായനാ ദിനം. ഉത്തരം ജൂൺ 19. കേരളത്തിൽ ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. 1995 ജൂൺ 19-നാണ് PN പണിക്കർ അന്തരിച്ചത്. 2017 മുതലാണ് ദേശീയ വായനാ ദിനം ആചരിക്കുവാൻ തുടങ്ങിയത്. 1996 ജൂൺ 19 മുതൽ കേരള സർക്കാർ വായനാ ദിനം ആചരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരങ്ങൾ. ഉത്തരം സ്മൃതി മന്ദാന, മിതാലി രാജ്. പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മൂല്യമേറിയ കമ്പനി ഏത്? ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മൂല്യം ഏറിയ കമ്പനി. ഉത്തരം NVIDIA. മൈക്രോസോഫ്റ്റിനെയും ആപ്പിളിനെയും മറികടന്ന് ലോകത്തെ ഏറ്റവും മൂല്യമേറിയ കമ്പനി എന്ന നേട്ടം കൈവരിച്ചത് ചിപ്പ് നിർമ്മാണ കമ്പനിയായ NVIDIA. 18ാമത് ലോക്സഭയിലെ പ്രോട്ടം സ്പീക്കറായി നിയമിതനായത് ആര്? 18ാമത് ലോക്സഭയിലെ പ്രോട്ടം സ്പീക്കറായി നിയമിതനായത്. ഉത്തരം ഭർതൃഹരി മെഹ്താബ്. 1998 മുതൽ ഒഡീഷയിലെ കട്ടക് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഭർതൃഹരി മെഹ്താബ് 7ാം തവണയാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. തമിഴ്നാടിന്റെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി അടുത്തിടെ നിയമിതനായത് ആര്? തമിഴ്നാടിന്റെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത്. ഉത്തരം ജസ്റ്റിസ് S. മണികുമാർ. കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു S. മണികുമാർ. കേരളത്തിൽ പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിതമാവുന്നത് എവിടെയാണ്? കേരളത്തിൽ പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിതമാവുന്നത്. ഉത്തരം തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറയിലാണ് കേരളത്തിലെ പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിക്കുന്നത്. നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തത് ആര്? നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തത്. ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ്
സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി ആര്? കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി. ഉത്തരം രഞ്ജുമോൾ മോഹൻ. അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ്? അന്താരാഷ്ട്ര യോഗാ ദിനം. ഉത്തരം ജൂൺ 21. 2024 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഇന്ത്യയിലെ മുഖ്യവേദി എവിടെയാണ്? ഉത്തരം ശ്രീനഗർ. കാശ്മീരിലെ ശ്രീനഗറിലാണ് 2024 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ മുഖ്യവേദി. 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. ഉത്തരം അവരവർക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ എന്നതാണ് 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. 2024 ജൂണിൽ അന്തരിച്ച പ്രശസ്ത ഭരതനാട്യം നർത്തകൻ. ഉത്തരം പ്രൊഫസർ CV ചന്ദ്രശേഖർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽപാലം നിലവിൽ വരുന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽപാലം നിലവിൽ വരുന്നത്. ഉത്തരം റിയാസി. ജമ്മുകാശ്മീരിലാണ് റിയാസി. ചിനാബ് നദിക്ക് മുകളിൽ കൂടിയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. 2024 പാരിസ്ഥിതിക പ്രകടന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമേത്? ഉത്തരം എസ്റ്റോണിയ. 2ാം സ്ഥാനത്ത് ലക്സംബർഗ്. 3ാം സ്ഥാനത്ത് ജർമ്മനി. ഇന്ത്യയുടെ സ്ഥാനം 176. 2024 പാരിസ്ഥിതിക പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 176. 2024 നടക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസം. ഉത്തരം തരംഗ് ശക്തി. ഇന്ത്യ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, US, ജർമ്മനി, സിംഗപ്പൂർ, UK, ജപ്പാൻ, UAE എന്നീ രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗുജറാത്തിലെ മ്യൂസിയം ഏത്? യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗുജറാത്തിലെ മ്യൂസിയം. ഉത്തരം ഭുജ് സ്മൃതി വനം. ഭൂകമ്പത്തിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ഈ മ്യൂസിയം 2022 ഓഗസ്റ്റിലാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്റർ സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം വിഴിഞ്ഞം. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഉത്തരം അസം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അധികം സമുദ്ര മത്സ്യ ലഭ്യതയുള്ള ഇന്ത്യൻ സംസ്ഥാനമേത്? കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അധികം സമുദ്ര മത്സ്യ ലഭ്യതയുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം ഗുജറാത്ത്. 2ാം സ്ഥാനത്ത് കേരളം. ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? അടുത്തിടെ പ്രകാശനം ചെയ്ത ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഉത്തരം ഗോപിനാഥ് മുതുകാട്. കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് 2024 വേദി. ഉത്തരം അമേരിക്ക. ടൂർണമെന്റിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര് കുംബ്രെ, പ്യൂമയുടെ കുംബ്രെ. ഭാഗ്യചിഹ്നം കപ്പിത്താൻ അഥവാ ക്യാപ്റ്റൻ എന്ന പേരുള്ള കഴുകൻ. കൂനോ നാഷണൽ പാർക്കിനു ശേഷം ചീറ്റകളെ താമസിപ്പിക്കാൻ പദ്ധതിയിടുന്ന മധ്യപ്രദേശിലെ വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം. 2024 യൂറോ കപ്പിന്റെ വേദി എവിടെയാണ്? 2024 യൂറോ കപ്പിന്റെ വേദി. ഉത്തരം ജർമ്മനി. ഔദ്യോഗിക പന്തിന്റെ പേര് ഫുസ്ബെല്ലിബെ. ഫുസ്ബെല്ലിബെ എന്ന ജർമ്മൻ പേരിന്റെ അർത്ഥം ഫുട്ബോളിന്റെ ഇഷ്ടം എന്നാണ്. 2024 ജനുവരിയിലെ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള രാജ്യം ഏത്? 2024 ജനുവരിയിലെ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ
പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള രാജ്യം? ഉത്തരം റഷ്യ. രണ്ടാം സ്ഥാനത്ത് അമേരിക്ക, മൂന്നാം സ്ഥാനത്ത് ചൈന. ഇന്ത്യയുടെ സ്ഥാനം 6. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 6ാം സ്ഥാനത്ത്. 2024 ആഗോള സമാധാന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമേത്? ഉത്തരം ഐസ്ലൻഡ്. 2ാം സ്ഥാനം അയർലൻഡ്, 3ാം സ്ഥാനം ഓസ്ട്രിയ. ഇന്ത്യയുടെ സ്ഥാനം 116. 2024 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യ 116ാം സ്ഥാനത്ത്. റോഡ് സുരക്ഷ പരിഗണിച്ച് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ തിരിച്ചറിയുന്നതിന് ഏതു നിറമാണ് നിർബന്ധമാക്കുന്നത്? റോഡ് സുരക്ഷ പരിഗണിച്ച് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ തിരിച്ചറിയുന്നതിന് ഏതു നിറമാണ് നിർബന്ധമാക്കുന്നത്? ഉത്തരം മഞ്ഞ നിറം. നിലവിൽ എൽ ബോർഡും ഡ്രൈവിംഗ് സ്കൂളിന്റെ പേരുമാണ് വാഹനം തിരിച്ചറിയുന്നതിനായി നൽകിയിട്ടുള്ളത്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്ന 3ാമത്തെ ഏഷ്യൻ രാജ്യമേത്? സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്ന 3ാമത്തെ ഏഷ്യൻ രാജ്യം? ഉത്തരം തായ്ലൻഡ്. ദക്ഷിണേഷ്യയിൽ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്ന ആദ്യ രാജ്യമാണ് തായ്ലൻഡ്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യങ്ങളാണ് നേപ്പാളും തായ്വാനും. 2024 ജൂണിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച സൂയിസൈഡ് ഡ്രോൺ? ഉത്തരം നാഗാസ്ത്ര 1. സംസ്ഥാന വനം വകുപ്പ് മുതുകാട് ആരംഭിക്കുന്ന കടുവ സവാരി പാർക്ക് ഇനി മുതൽ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? കോഴിക്കോട് ബയോളജിക്കൽ പാർക്ക്. കോഴിക്കോട് ബയോളജിക്കൽ പാർക്ക്. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി കളിച്ച ഏറ്റവും പ്രായം കൂടിയ താരമാര്? ഉത്തരം ആശാ ശോഭന. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി കളിച്ച ആദ്യ മലയാളിയും ആശാ ശോഭനയാണ്. പാവോ നൂർമി ഗെയിംസിൽ ജാവലിൻ ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ? പാവോ നൂർമി ഗെയിംസിൽ ജാവലിൻ ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം നീരജ് ചോപ്ര. 85.97 മീറ്റർ ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്ര സ്വർണം നേടിയത്. ഫിൻലാൻഡിലെ തുർക്കുവിലുള്ള പാവോ നൂർമി സ്റ്റേഡിയത്തിലാണ് പാവോ നൂർമി ഗെയിംസ് നടക്കുന്നത്. 2024 സുസ്ഥിര വികസന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമേത്? 2024 സുസ്ഥിര വികസന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം? ഉത്തരം ഫിൻലാൻഡ്. 2ാം സ്ഥാനത്ത് സ്വീഡൻ, 3ാം സ്ഥാനത്ത് ഡെൻമാർക്ക്. ഇന്ത്യ 109ാം സ്ഥാനത്ത്. 2024 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 109. 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചതാർക്ക്? 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചത്? ഉത്തരം ഉണ്ണി അമ്മയമ്പലം. അൽഗോരിതങ്ങളുടെ നാട് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 50,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2024 ജൂണിൽ തീവണ്ടികൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായ ജയ്പാൽ ഗുഡി എന്ന സ്ഥലം ഏതു സംസ്ഥാനത്താണ്? ഉത്തരം പശ്ചിമ ബംഗാൾ. അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ കപ്പൽ? അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ കപ്പൽ? ഉത്തരം INS സൂററ്റ്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യസമര സേനാനികളുടെയും പ്രമുഖ നേതാക്കളുടെയും പ്രതിമകൾ സ്ഥാപിച്ച പ്രേരണാസ്ഥൽ ഉദ്ഘാടനം ചെയ്തത് ആര്? ഉത്തരം ജഗദീപ് ധൻഖർ. ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ ആണ് പ്രേരണാസ്ഥൽ ഉദ്ഘാടനം ചെയ്തത്. കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച ലഹരി വിരുദ്ധ പദ്ധതി? കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച ലഹരി വിരുദ്ധ പദ്ധതിയുടെ പേര്? ഉത്തരം പോഡ.